കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുരിങ്ങയ്ക്ക കൂട്ടുകറിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് 2 മുരിങ്ങയ്ക്ക നന്നായി കഴുകി മുറിച്ച് നടുകെ കീറിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ഒരു മൺചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. നന്നായി വെന്ത് വരാനായിട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മുരിങ്ങയ്ക്കയിലേക്ക് ആവശ്യമുള്ള അത്രയും ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നന്നായി തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ തേങ്ങ, 3 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനായിട്ട് 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത ശേഷം വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. മുരിങ്ങയ്ക്ക നന്നായി വെന്ത് വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. വെള്ളം മുഴുവനായിട്ടും വറ്റിപ്പോകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച ശേഷം അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി യോജിപ്പിക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പാൻ വെച്ച ശേഷം 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ച ശേഷം 2 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് മൂപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിനെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂട് ചോറിനോടൊപ്പം വിളമ്പാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വിഭവമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്